നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ നടന്നപ്പോഴെല്ലാം, കുറ്റവാളികളുടെ കയ്യാങ്കളികളെല്ലാം, കുറ്റകൃത്യങ്ങളുടെ കണക്കുകളെല്ലാം, അപ്പോഴെല്ലാം ഇതിനെ വെല്ലാൻ വേഷം മാറി വന്നു CID. പുതിയ കാലങ്ങളിലെ ചുരുളഴിക്കാത്ത കുറ്റങ്ങളെ മായ്ക്കാൻ പുതിയ രീതികളിൽ CID സ്ക്വാഡ് എപ്പോഴും ഒരുപടി മുകളിൽ. സോണിയേയിൽ ഒരുപാട് ആഹാരം കഴിച്ചാൽ ഉറക്കം വരും. കിറ്റി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ വിജയം വരും. അടികൈ. കിറ്റി, നീ എന്താ ഈ കാണിക്കുന്നത്? കുതിരയെ ഓടിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്തിനാ? എന്റെ അടുത്ത പടത്തിൽ ഞാൻ ഹോഴ്സ് റൈഡിംഗ് ചെയ്യാൻ പോവുകയാണ്. ഈ മരക്കുതിരയുടെ മേലെ ഇരുന്ന് റൈഡിംഗ് ചെയ്താൽ ഹോഴ്സ് റൈഡിംഗ് പഠിക്കുകയില്ല. കാരണം അത് മുന്നോട്ട് പോകുന്നില്ലല്ലോ. സംശയമുണ്ടോ? ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. മാവിന്റെ ചോട്ടിൽ നിന്നും കിട്ടി മാമ്പഴം. നിൽക്കൂ ഹണി, കിറ്റി താഴെ വീഴും. അടികൈ. വെള്ളം വന്നപ്പോൾ പശുവിനെ റോഡിൽ കെട്ടി. മുകളിൽ ഇരിക്കുന്ന ആളുടെ അനുഗ്രഹം കാരണം എനിക്ക് ജീവൻ കിട്ടി. അടികൈ. എനിക്ക് ഒരിക്കലും ഈ ഹോഴ്സ് റൈഡിംഗ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ വിചാരിച്ചാലേ ജയിക്കാൻ കഴിയും. വിചാരിച്ചില്ലെങ്കിൽ എപ്പോഴും തോൽവിയായിരിക്കും. കിറ്റി, ഈ മരക്കുതിരയിലൊന്നും പ്രാക്ടീസ് ചെയ്താൽ പറ്റില്ല. യഥാർത്ഥ കുതിരയിൽ പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ഈ മരക്കുതിരയിൽ തന്നെ ബാലൻസ് ചെയ്യാൻ കഴിയുകയില്ല. യഥാർത്ഥ കുതിരയിൽ കയറിയാൽ ഞാൻ താഴെ വീഴും. ഇല്ല, ഞങ്ങളുടെ കൂട്ടുകാരന്റെ കുതിരലായമുണ്ട്. അദ്ദേഹത്തിന്റെ കുതിര ചേത്തക്ക് വളരെ പാവമാണ്. അവന്റെ പുറത്ത് കയറി സവാരി ചെയ്താൽ ഈ പേടിയൊക്കെ താനെ മാറിക്കൊള്ളും. സോൾദാർ പറഞ്ഞത് ശരിയാണ്. ചിക്കൻ കിട്ടിയാൽ നന്നായിട്ട് ഫ്രൈ ചെയ്യ്. കിറ്റി ഒരിക്കൽ ട്രൈ ചെയ്യ്. അടികൈ. ഓക്കേ, എന്നാ പോയി ഒരു കൈ നോക്കാം. രഞ്ജിത്തിനെ കാണുന്നില്ലല്ലോ. എവിടെ പോയതായിരിക്കും? രഞ്ജിത്ത് ഉടൻ തന്നെ എത്തും. നമ്മൾ കുതിര സവാരി ചെയ്യാൻ പോവുകയാണ് ചേതക്കിന്റെ പുറത്ത്. ദാ നോക്ക്, ചേതക്ക് നിൽക്കുന്നത് കണ്ടോ? ഇവൻ ആദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞിരിക്കുക. വേഗമാകട്ടെ. ഓ, വേണ്ട, എനിക്ക് വല്ലാതെ പേടിയാവുകയാണ്. ഈ ചേതക്കിന്റെ പുറത്ത് എലി പോലും റൈഡ് ചെയ്യാൻ പേടിക്കുകയില്ല. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? സംശയമുണ്ടോ? പൊയ്ക്കോ പൊയ്ക്കോ, ഒന്നും സംഭവിക്കില്ല. Best of luck. എത്ര മനോഹരമായിട്ടാണ് കുതിര ഓടിക്കുന്നത്. കിറ്റിയല്ല കുതിരയെ ഓടിക്കുന്നത്. കുതിരയാണ് ഇപ്പൊ കിറ്റിയെ ഓടിക്കുന്നത്. സംശയമുണ്ടോ? ആരാ കുതിരയെ ഓടിക്കുന്നത്? ഞങ്ങളുടെ ഫ്രണ്ട് കിറ്റിയാണ്. രഞ്ജിത്തെ, നീ ചേത്തക്കിനെ പോലെ ഒരു കുതിര വാങ്ങിച്ചോണ്ട് വന്നിരിക്കുകയാണല്ലോ. ഇതിന്റെ പേരെന്താ? ചേതക്. രണ്ട് കുതിരയുടെ പേരും ചേതക് എന്നാണോ? സംശയമുണ്ടോ? അല്ല, ചേതക് ഇതാണ്. നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുന്ന കുതിര പുതിയ കുതിരയാണ്. അത് വല്ലാത്ത അപകടകാരിയാണ്. അതിന്റെ ട്രെയിനിങ് ഇതുവരെ തീർന്നിട്ടില്ല. ട്രെയിനിങ് കൊടുത്ത 3 പേര് ആശുപത്രി കിടക്കുകയാണ്. വേഗം വാ, നമുക്ക് ആ ജീപ്പിൽ പോകാം. ഇവൻ വളരെ അപകടകാരിയാണ്. കാരണം ഇവൻ എങ്ങനെ വേണമെങ്കിലും വേഷം മാറാൻ കഴിയും. കിറ്റി, പേടിക്കണ്ട, ഞാനിതാ എത്തിക്കഴിഞ്ഞു.
ഇതൊരു ജീപ്പാണ്, കുതിരയല്ല. പേടിക്കണ്ട, നിങ്ങൾ ലോകത്തെ ബെസ്റ്റ് ഡ്രൈവറോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. കിറ്റി വേഗം കൈങ്ങതാ. വേഗം വേഗം പോ. കുതിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മുതലാളി എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. തനിക്ക് തന്റെ കുതിരയാണല്ലേ വലുത്. ഞങ്ങളുടെ കിറ്റിയുടെ ജീവനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. റോട്ടിൽ കിടന്നാണോടാ നിന്റെയൊക്കെ അഭ്യാസം? ഞങ്ങൾക്കാർക്ക് റോഡ് വഴി സഞ്ചരിക്കണ്ടേ? റെഡിയാക്കി കളയും. ഓ രക്ഷപ്പെട്ടു. താങ്ക് യു. ഗേറ്റ് വീണു. നമ്മൾ ഉടനെ തന്നെ വണ്ടി നിർത്തണം. ഏയ് വേഗം പോ. ജീപ്പായി പോയി, അല്ലെങ്കിൽ ഞാനും ട്രെയിനിന്റെ പുറത്തു കൂടെ ഓടിച്ചേനെ. അതുകൊണ്ട് തന്നെ തടി രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? എന്ത് കുതിരയാണിത്? ഇതിന് വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല. രണ്ട് ടയർ പോയോ? പേടിക്കണ്ട, അതില്ലാതെ ഓടിക്കാൻ എനിക്കറിയാം. ഒന്നും സംഭവിക്കില്ല. സൂക്ഷിച്ചു തന്നെയാ പോകുന്നത്. നോക്ക്, മരം വീഴുന്ന് കിടക്കുന്നു. രക്ഷപ്പെട്ടു. ഇനി വീലിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല.
ഹണി കൊക്ക കിറ്റി നിനക്കൊന്നും പറ്റിയില്ലല്ലോ. താങ്ക്സ് ബണ്ണി, നീ എന്തായാലും കിറ്റിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. സംശയമുണ്ടോ? സമയം ഇപ്പോൾ ഒരുപാടായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാം. ആ. വേനൽക്കാലത്ത് എങ്ങനെയാണ് മഴ പെയ്തത്? നിങ്ങൾ എല്ലാവരും കൂടി കിറ്റി എന്താ ചെയ്തത്? സോറി കിറ്റി, ഇതിനൊക്കെ കാരണം ഞങ്ങളൊക്കെ കൂടിയാ. നിന്നെ ഹോഴ്സ് റൈഡിങ്ങിന് കൊണ്ടുപോകാന്നുള്ള ഐഡിയ തന്നെ തെറ്റാണ്. സംശയമുണ്ടോ? നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഒരിക്കലും ക്ഷമിക്കുകയില്ല. ഇതിലെന്താണ് തെറ്റുള്ളത്? ഒരു വട്ടുപിടിച്ച കുതിരയുടെ പുറത്ത് കിറ്റി 2 മണിക്കൂർ സവാരി ചെയ്തു. എന്നിട്ട് കിറ്റിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇതിലും നല്ല ഹോഴ്സ് റൈഡിങ് ആരെ കൊണ്ടാണ് ചെയ്യാൻ കഴിയാ? He's right. In fact, എനിക്ക് ആദ്യം വല്ലാതെ പേടിയുണ്ടായിരുന്നു. കാട്ടിനകത്ത് പോയതിനു ശേഷം ഞാൻ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. Yes. ഇനി ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് നന്നായിട്ട് കുതിര ഓടിക്കാൻ സാധിക്കും. എന്നെ കൊണ്ട് ആ ഫിലിം തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. Thank you, friends. നാളെ നീ പ്രാക്ടീസിന് പോകുമ്പോൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. അത് യഥാർത്ഥ ചേതക്കാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ചേതക്കാണോ എന്ന്. मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। करो सब्सक्राइब, कमेंट एंड लाइक।